ലക്ഷോപലക്ഷം ചെലവഴിച്ചിട്ടാണ് അത്തരം ഒരു സംവിധാനം ഉണ്ടാക്കിയത്. അതൊക്കെ തുരുമ്പ് പിടിച്ച് നശിക്കുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ. ഒരു കാഴ്ചവസ്തുവായി പോവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ദയനീയാവസ്ഥ. ആദ്യം ലക്ഷങ്ങൾ മുടക്കി വൈദ്യുതി ശ്മശാനമുണ്ടാക്കി. അത് തുരുമ്പെടുത്ത് നശിച്ചപ്പോൾ വാതക ശ്മശാനമാക്കി. 3 വർഷം കൊണ്ട് ആ വാതക ശ്മശാനവും തുരുമ്പെടുത്ത് നശിക്കുകയാണ്. പയ്യാമ്പലം വാതക ശ്മശാനത്തിൻ്റെ അവസ്ഥ ദാ ഇങ്ങനെ. 300 മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ 1,25,00,000 രൂപ ചെലവ്. കേൾക്കുമ്പോൾ അതിശയോക്തിയാണ്. പക്ഷേ ഇതാണ് കണ്ണൂർ പയ്യാമ്പലത്തെ വാതക ശ്മശാനത്തിൻ്റെ ആകെ തുക. ജൂലൈ 17 പരമ്പരാഗത ശവദാഹ രീതിക്ക് ബദൽ എന്ന നിലയിൽ വാതക ശ്മശാനം കണ്ണൂർ കോർപ്പറേഷൻ നാടിന് സമർപ്പിച്ചത്. 3 വർഷത്തിനിടെ ഇവിടെ സംസ്കരിച്ചത് 300ഓളം മൃതദേഹങ്ങൾ മാത്രം. അതിൽ തന്നെ ഏറെയും കോവിഡ് കാലത്തെ സംസ്കാരങ്ങളായിരുന്നു. കഴിഞ്ഞ 10 മാസമായി വാതക ശ്മശാനം പൂർണ്ണമായും പ്രവർത്തനരഹിതമാണ്. ശ്മശാനത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം തുരുമ്പെടുത്ത് നശിച്ചു. നമ്മുടെ പൊതുപണമാണ് ഇങ്ങനെ തുരുമ്പിച്ച് നശിക്കുന്നതെന്ന് കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ ടി രവീന്ദ്രൻ. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നുള്ള നിലക്ക് ഈ വൈദ്യുതി ശ്മശാനം അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു നടപടിയും ഇപ്പോൾ ഇതുവരെയായിട്ട് സ്വീകരിച്ചില്ല. മുമ്പ് നമ്മൾ കൗൺസിലിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു, വൈദ്യുതി ശ്മശാനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനക്ഷമമല്ലാത്ത കാര്യങ്ങൾ സംബന്ധിച്ച് പറഞ്ഞു. അത് തീർക്കാനാവശ്യമായിട്ടുള്ള നടപടി അത് പെട്ടെന്ന് ചെയ്യുക എന്ന് പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും ഇപ്പോഴും നിർവഹിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി നോക്കിയാൽ അറിയാം. അതായത് ലക്ഷോപലക്ഷം ചെലവഴിച്ചിട്ടാണ് അത്തരം ഒരു സംവിധാനം ഉണ്ടാക്കിയത്. അതൊക്കെ തുരുമ്പ് പിടിച്ച് നശിക്കുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. ആർക്കും ഒരു ബാധ്യതയില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നില ഇത് പരിഹരിച്ചു പോകേണ്ടതില്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ നാട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട നമ്മളെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ശ്മശാനമല്ലേ പയ്യാമ്പലം. അതിൻ്റെ ഇന്നത്തെ ഈ പറയുന്ന ഒരു ദയനീയാവസ്ഥ, ഇത്രയും കുറ്റകരമായിട്ടുള്ള ഒരവസ്ഥ, നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടും പരിഹരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അത് വളരെ ഗുരുതരമാണ്. എത്ര ലക്ഷമാണ് നമ്മളെ പൊതു പണയല്ലേ ഇതെല്ലാം നശിക്കുന്നത്? അതിൻ്റെ ഒരു ഗൗരവം നമ്മുടെ ഭരണാധികാരികൾക്കുണ്ടോ? 2 ഫർണസുകളുള്ള വാതക ശ്മശാനമാണ് പയ്യാമ്പലത്തുള്ളത്. 63 ലക്ഷമാണ് ഇത് സ്ഥാപിക്കുന്നതിന് ചെലവഴിച്ചത്. കെട്ടിടമടക്കമാണ് 1,25,00,000 രൂപ ചെലവ് വന്നത്. ഇതിൽ 57.3 ലക്ഷം രൂപ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സാമൂഹ്യ പ്രതിബദ്ധതാ ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കിയതാണ്. ചെന്നൈയിലെ എസ്കോ എന്ന കമ്പനിയാണ് ഗ്യാസ് ശ്മശാനത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 5 വർഷത്തെ ഗ്യാരണ്ടിയോടെയാണത്രേ നിർമ്മാണം. കെട്ടിടത്തിന് അകത്തെ പൈപ്പ് ലൈൻ ഭാഗങ്ങളാണ് തുരുമ്പെടുത്ത് നശിച്ചത്. കടൽക്കാറ്റടക്കം ഏൽക്കുന്ന പുക പോകുന്നതിന് പുറത്ത് സ്ഥാപിച്ച കുഴലിനാകട്ടെ ഒരു തകരാറും സംഭവിച്ചിട്ടുമില്ല. ഗ്യാരണ്ടി പീരീഡിലായിരുന്നിട്ടും ഇതിന്റെ അറ്റകുറ്റപ്പണിക്ക് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് സങ്കടകരം. പയ്യാമ്പലം ശ്മശാനത്തിന്റെ വികസനത്തിന് ആരാണ് തടസ്സം? മറ്റ് ജില്ലാ ആസ്ഥാനങ്ങളിലൊക്കെ പരമ്പരാഗത രീതി ഉപേക്ഷിച്ച് മറ്റ് ആധുനികവൽക്കരണങ്ങളൊക്കെ നടപ്പാക്കി കഴിഞ്ഞു. കണ്ണൂരിൽ മാത്രം അത് യാഥാർത്ഥ്യമായിട്ടില്ല. ഇതിന് ആരാണ് തടസ്സം നിൽക്കുന്നത്? ഈ ചോദ്യത്തിനാണ് നാട് ഉത്തരം തേടുന്നത്. പയ്യാമ്പലത്ത് നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.